Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, all. Okay. Who is ready for prayer? Okay, prayer ആരുള്ളി? ബേബീസ് ആരെങ്കിലും റെഡിയാണോ പ്രെയർ ചെയ്യാൻ? അമ്മമാരൊക്കെ മടി പിടിച്ചിരിക്കുക. Anyone? ഓക്കെ ഫൈൻ. ആരും ഇല്ലെങ്കിൽ നമുക്കൊരു സൈലന്റ് പ്രയറോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. സമയം കളയണ്ട. നമുക്ക് മോഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ അത് തീരാൻ പാടാണ്, ബാക്കിയുള്ള മോഡ്യൂൾസ് പോലെയല്ല. ഓക്കെ, സോ വി വിൽ ഹാവ് വൺ സൈലന്റ് പ്രയർ. സോ പ്ലീസ്. So from today onwards, every week we have one committee and 2 persons will be the leader. Every week these leaders will be changed. നമുക്കൊരു കമ്മിറ്റി ഉണ്ടാവും. കമ്മിറ്റി നമ്മൾ ഫോം ചെയ്യും. നമുക്കല്ല, നിങ്ങൾ ഫോം ചെയ്യും ഒരു കമ്മിറ്റി. ഐ വിൽ ബി ജസ്റ്റ് ഇൻ ദ സൈഡ് ആസ് ആൻ ഒബ്സർവർ. 2 ലീഡേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആഴ്ചയിലെ ക്ലാസ്സസ് വരുന്ന ടീച്ചേഴ്സ് അത് അവര് ഏത് ടോപ്പിക് എടുക്കുന്നു, ഇപ്പൊ ഞാൻ ഓർക്കില്ല ഞാൻ എവിടം വരെ എടുത്തു, അതൊക്കെ അവരെ റിമൈൻഡ് ചെയ്യിക്കുക. ഹോൾ വീക്ക് മൺഡേ ടു ഫ്രൈഡേ, സംടൈംസ് സാറ്റർഡേ നിങ്ങൾക്ക് ക്ലാസ് റൂം ചാനലിൽ മെസ്സേജസ് വരും. അപ്പോ നിങ്ങളുടെ ക്രൂസ്, അതായത് നിങ്ങളുടെ എന്താ പറയാ ക്ലാസ്മേറ്റ്സ്, അവരെ അത് ഇൻഫോം ചെയ്യുക. ചിലപ്പോൾ മോർണിംഗ് മാത്രമേ മെസ്സേജ് നോക്കുള്ളൂ. സംടൈംസ് ഈവനിങ് നമ്മുടെ ഇതിൽ നിന്ന് മെസ്സേജ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. സോ അത് നോക്കുക. പിന്നെ എന്തെങ്കിലും ഒരു ക്വറീസ്, കൺസേൺ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിക്കണമെങ്കിൽ ഈ 50 പേര് 30 പേരുടെ കോള് പോകുന്നതിലും നല്ലത് റെപ്രസെന്റ് ചെയ്ത ഒരാള് എല്ലാവരുടെയും കൂടെ വിളിക്കുവാണെങ്കിൽ നമുക്കിവിടെ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ബുദ്ധിമുട്ടുകൾ എന്നല്ല, നമുക്ക് വളരെ മാക്സിമം ഔട്ട്പുട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു മറുപടി അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കാനായിട്ട് പറ്റും. കുറെ പേരുടെ ആവുമ്പോഴേക്കും അത് ചില ഇവിടുന്ന് ആ ഒരു എഫിഷ്യൻസി, മോർ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് കുട്ടികൾക്ക് ടെക്നിക്കലിലുള്ളവർക്കും അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്കും പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുക. നിങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം, പേഴ്സണൽ പ്ലാറ്റ്ഫോം നിങ്ങൾക്കുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തിട്ട് അത് അറിയിക്കുക. ക്ലാസ്സസ് പോകുന്നതും ക്ലാസ്സിൽ എന്തൊക്കെയായി, നമ്മൾ എന്തൊക്കെ അസൈൻമെന്റ് ഉണ്ട്, നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മളുടെ റെക്കോർഡ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മ്യൂച്വൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഈ 2 ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം ബാക്കിയുള്ളവര്. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ
അടുത്ത 2 പേര് വരണം. അങ്ങനെ ഈ ചാൻസ്, ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവരിലേക്കും പോകണം. ഇത് തീരുമ്പോ അടുത്ത പിന്നെ റൊട്ടേറ്റ് ചെയ്ത് വൺസ് ആയവര് വീണ്ടും ആകും. അല്ലാതെ ഒരിക്കലായവര് തന്നെ എപ്പോഴും ആവരുത്. എല്ലാരും ഇത് ചെയ്യണം. ക്ലിയർ ആയോ? പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ്, ഇപ്പൊ നമുക്ക് ലാസ്റ്റ് വീക്ക് ചിൽഡ്രൻസ് ഡേ ഉണ്ടായിരുന്നു. അത് ഇപ്പം ഈ ഒരു വീക്കിൽ എന്തെങ്കിലും അങ്ങനെ വരുവാണെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യണം. പിന്നെ ആരുടെങ്കിലും ബർത്ത്ഡേ വരുവാണെങ്കിൽ നമ്മളൊരു 2-3 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് ക്ലാസ് സ്പെയർ ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എവ്രി ഡേ മീൻസ് നമ്മുടെ ഓരോ ക്ലാസ്സിലും പ്രേയർ, തോട്ട് ഓഫ് ദ ഡേ, സൈനിങ് നിങ്ങളെ വിഷ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം, വിഷ് ചെയ്ത് വരാം. ഐ ആം സോ ആൻഡ് സോ, I am wishing all of you and welcoming all of you to the class എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറയാം. നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പൊ ക്ലാസ് റൂമിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ട്രെയിനർ, ട്രെയിനീസ്. ബട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് തന്നെ ഉണ്ടാവും. റിജോ ഉണ്ട് ഓൾവേസ് വിത്ത് us. അപ്പൊ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്നവര്, നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ഡൗട്ട്സ്, ഫീസ് ഡീറ്റെയിൽസിന്റെ ഡൗട്ട്സ് ചോദിക്കുന്ന കുറെ പേര്, ഇവരെല്ലാം നമുക്ക് വിഷ് ചെയ്യാം. അവർ കേക്കോ കാണോ എന്നല്ല, അവരെല്ലാം വിഷ് ചെയ്യാം. നമ്മുടെ സേഴ്സ്, മാഡം, അങ്ങനെ ഡയറക്ടറേഴ്സ് 3 പേരുണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോരുത്തരെയും അങ്ങനെ ചെയ്ത് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വെൽക്കം ചെയ്യാം വിഷിന്റെ ഒപ്പം തന്നെ എല്ലാരും. ലാസ്റ്റ് സൈൻ ഇൻ ഓഫ് പറഞ്ഞ കൂടെ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? ഐ ആം സോ ആൻഡ് സോ സൈനിങ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ പേര് പറഞ്ഞ് സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടേതായ ഒരു യൂണിക് സ്റ്റൈലിൽ പോയാലും മതി. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞ് എല്ലാവരോടും ബൈ പറഞ്ഞു പോവാം. ആ രീതിയിൽ ക്ലാസിന്റെ സ്ട്രക്ചർ പോണം എന്നാണ് ശരി. ഓക്കെ, 60 മിനിറ്റ്സില് നമ്മുടെ ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് മാറ്റി വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലാസിന്റെ ഭാഗം തന്നെയാട്ടോ. അത് വേസ്റ്റ് ഓഫ് ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കേണ്ട. സോ അങ്ങനെയല്ലേ, പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കണം. സോ അതുപോലെ ഒന്ന് പ്ലാൻ ചെയ്യാം. തോട്ട് ഓഫ് ദ ഡേ ആര് പറയണം? സൈൻ ഇൻ ചെയ്ത് വിഷ് ചെയ്ത് വെൽക്കം ചെയ്യണത് അതൊരാൾ അങ്ങ് പറഞ്ഞു. അപ്പൊ പിന്നെ ആ സൈനിന്റെ ആ ഒരു ഡെലിക്കസി അത് മാറും. ജസ്റ്റ് പേര് പറഞ്ഞ് ഐ ആം സൈനിങ് ഇൻ ആൻഡ് ഐ ആം വിഷിംഗ് ഓൾ എ വാം ഗുഡ് ഈവനിങ്ങോ സോ ഗുഡ് ഡേ എന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് പിന്നെ വെൽക്കമിങ് യു ഓൾ നിങ്ങളുടേതായ ഒരു യൂണിക് സ്റ്റൈൽ പറഞ്ഞു. ഞാനായിട്ട് പറഞ്ഞ് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, റെഡി അല്ലേ? മനസ്സിലായില്ലേ? നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഓൾറെഡി ഇൻഫോംഡ് തേഴ്സ്ഡേ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിൽ ഇൻഫോം ചെയ്തിരുന്നു. തേഴ്സ്ഡേ ലീവ്, നിങ്ങൾക്ക് ലീവ് എന്നുള്ള രീതിയിൽ, കാരണം പകരം എടുക്കാൻ വേറെ സ്റ്റാഫ് ഇല്ലല്ലോ, അവരെല്ലാം പാരലലി ക്ലാസ്സസ് എടുത്തോണ്ടിരിക്കുവാണ്. സോ ഓരോ ഓപ്ഷൻ, ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒരു ഓപ്ഷൻ ഞാൻ എന്തായിരുന്നു എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ഫാബ്രിക് പെയിന്റിങ്ങിന്റെ ക്ലാസ് എടുത്തില്ലേ? അപ്പൊ അവർക്ക് ഇതുവരെ ആരും എടുത്തിട്ടില്ല. അപ്പൊ അവരുടെ ബാച്ചിൽ ഒരു ടീച്ചർ ഉണ്ട്. ടീച്ചർക്ക് ഫാബ്രിക് പെയിന്റിങ്ങും ഒറിഗാമിയും പേപ്പർ ക്രാഫ്റ്റും എല്ലാം അറിയാം. അപ്പൊ ആ ഒരു ഡേ ഫ്രൈഡേ അവര് ആ ക്ലാസ് അവര് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കണ്ടക്ട് ചെയ്യും. ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പൊ സിയുടെ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. അപ്പം അത് ചെയ്യാനായിട്ട് ആരും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങ് ഓഫ് ലീവ് എടുക്കുവാണോ? എന്താ പ്ലാൻ? എന്താ? പകരം ഏതെങ്കിലും ഒരു സാറ്റർഡേ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, ഈ സാറ്റർഡേ അല്ല അതിന് ശേഷം ഏതെങ്കിലും സാറ്റർഡേ എടുക്കാം. ഈവൻ നമ്മളുടെ പോർഷൻസ് ഈ നവംബർ ലാസ്റ്റ് കൊണ്ട് തീരുവാണെങ്കിൽ there is no need of extra class. എന്ത് പറയുന്നു? നോ റെസ്പോൺസ്. വാട്ട് ഹാപ്പൻഡ്? ഓൺലി തംസ് അപ്പ്. ഓക്കെ ആണോ? So today is Tuesday, so you people anyone can come for, any two can come forward as leaders. ഇതൊക്കെ ഒരു അവസരമാണ്. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി എക്സ്ട്രാ ആയിട്ട് മീൻസ് അക്കാദമിക്സ് അല്ലാത്ത കാര്യങ്ങളിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരില്ലേ? സോ അതിനൊക്കെ ഒരു ചെറിയൊരു പ്രാക്ടീസ്. ജോയിൻ ചെയ്യാൻ വൈകി, കേട്ടില്ല മാം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല രമ്യ, നമ്മൾക്കൊരു കമ്മിറ്റി ഫോം ചെയ്യുവാണ്. എവറി വീക്ക് ആ കമ്മിറ്റിക്ക് 2 ലീഡേഴ്സ് ഉണ്ടാവും. ഈ ആഴ്ചയിലെ ആളായിരിക്കില്ല, അടുത്ത ആഴ്ച പുതിയ 2 പേര് വരണം. അങ്ങനെ എല്ലാരും ആ റോള് ചെയ്യണം.
അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ആഴ്ചത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ദിവസം ആര് ക്ലാസ്സിന് വരുന്നവരോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ടോപ്പിക് വരെയായിരുന്നു അതൊക്കെ പറയുക. നിങ്ങളോട് നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ലൈക്ക് അവരോട് എന്തൊക്കെ അസൈൻമെന്റ്, എന്തൊക്കെ ആക്ടിവിറ്റീസ്, റെക്കോർഡ് ഡീറ്റെയിൽസ്, അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് ക്ലാസ് റൂമിൽ വരുന്നത് ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഓഫീസിലേക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും അറിയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത് അവർക്ക് തന്നെ ഇൻഫോം ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഇഷ്ടത്തോടു കൂടി 2 പേര് ആവുന്നതാണ് നല്ലത്. ഞാനായിട്ട് സെലക്ട് ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് അത് തീരുമാനിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ അത് റെഡിയാക്കാം. പിന്നെ എവറി ഡേ there will be prayer, there will be thought of the day, there will be sign-in with wishing and welcoming, and there is a goodbye session like sign out. മിസ്സേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മിസ് പറഞ്ഞല്ലോ 2 പേര് റെഡി ആയിട്ട് വരാനേ. അപ്പൊ അങ്ങനെ വരുമ്പോ മിക്കപ്പോഴും റിപ്പീറ്റ് തന്നെയാണ്. കുറച്ച് പേര് മാത്രമേ റെഡി ആവുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും, ചിലപ്പോ പേടിയാവാം, അങ്ങനത്തെ കാര്യങ്ങളാവാം. അപ്പൊ പേടി ചമ്മല് അങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ടാവും. അപ്പൊ മിസ് തന്നെ രണ്ട് പേരെ സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 50 പേരൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ എപ്പോഴും കാണുന്നത്. ഏറി വന്ന 45, 50 അതിൻ്റെ ഉള്ളിലാണ് ആളുകളെ കാണുന്നത്. അപ്പൊ മിസ് റെഗുലർ ആയിട്ടുള്ളവര് വേണം താനും, എന്നും കയറുന്നവരാവണം. ഇത് ഒരാഴ്ചയിലത്തെ കാര്യങ്ങൾ പറയാന്ന് പറയുമ്പോൾ അപ്പൊ മിസ് തന്നെ രണ്ടുപേരെ ഇപ്പൊ ഈ കാണുന്നതിന് അങ്ങനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. അത് വല്ലാത്ത പണി എനിക്ക് തന്നതുപോലെ ആയല്ലോ. ഇപ്പൊ 52 ട്രെയിനീസും ഉണ്ട്. ഞാൻ റിജു വേറൊരു പാരലൽ ക്ലാസ് നോക്കുന്ന കാരണം റെക്കോർഡ് ഓൺ ആക്കി ലെഫ്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആരുമില്ല, ഞാൻ ട്രെയിനറായിട്ടും നിങ്ങൾ ബാക്കി 52 ട്രെയിനീസ്, ആരും 2 അക്കൗണ്ടിൽ നിന്നൊന്നുമില്ലല്ലോ. 52 ട്രെയിനീസ്, ഈ 52 പേരിൽ നിന്നാണ് 2 പേര് വരേണ്ടത്. അത് സ്വമേധയാ വരുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. വേഗം വന്നോളൂ. 8:15 നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മാം എന്താ സംഭവം ഒന്നും അവിടെ അറിയോ? ഞാനിപ്പോ അങ്ങോട്ട് കേറിയതേ ഉള്ളൂ. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ റിപ്പീറ്റ് ചെയ്യുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നാ പറയുന്നത്. ഞാൻ കേറി എന്താ സംഭവം മാം പറഞ്ഞ ഇത് വാലും തലയില്ലാതെ ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പൊ അങ്ങോട്ട് കേറിയതേ ഉള്ളൂ. ജസ്റ്റ് ഒരു 3 മിനിറ്റോ മറ്റേ ആയുള്ളൂ. വരാൻ പറഞ്ഞല്ലോ. അത് മാത്രമേ കേട്ടുള്ളൂ അല്ലേ? അത് മാത്രമേ കേട്ടുള്ളൂ. വരാൻ പറഞ്ഞു. ഞാൻ കഷ്ടാർത്ഥത്തിൽ ഓണാക്കുമ്പോ മാം വിചാരിക്കും ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാൻ വന്നതാണ്. എന്തായാലും സംഭവം ഒന്നുമില്ല, നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്യുവാണ്. കമ്മിറ്റിയില് എല്ലാ വീക്കും 2 ലീഡേഴ്സ് വേണം. അവര് സ്വയം ഇഷ്ടത്തോടെ വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് സ്വമേധയ എന്നൊരു വാക്ക് ഉപയോഗിച്ചത്. 2 ലീഡേഴ്സ്. അവർ ആ ഒരാഴ്ചയിലത്തെ കംപ്ലീറ്റ് ക്ലാസ് റിലേറ്റഡ് കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും. എന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും വരുന്ന ടീച്ചേഴ്സ് ആരാണെന്നുള്ളത് ഒരു കൺഫർമേഷൻ അവർക്ക് കിട്ടണം. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്ത ടോപ്പിക്കിന്റെ ബാക്കി ഇതാണ് എടുക്കേണ്ടതെന്ന് എന്നോട് എന്നെ ചെയ്യിക്കണം. പിന്നെ അസൈൻമെന്റ്, ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവിടെ എല്ലാരെയും ഇൻഫോം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതെന്നെ റിമൈൻഡ് ചെയ്യിക്കുക. അങ്ങനെ എല്ലാം ക്ലാസ് നല്ലൊരു സ്ട്രക്ചറിൽ പോവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എവറി ഡേ പ്രെയർ ഉണ്ടായിരിക്കണം. ഇവിടെ പ്രെയർ ഇപ്പൊ ആരും പറയണില്ല. ഇങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കുക. ഒരു ബാച്ചിൽ അവര് നൊസ്റ്റാൾജിക് ഫീല് വേണമെന്നും പറഞ്ഞ് പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന പ്രെയർ ഒക്കെ ഇല്ലേ നമ്മുടെ സ്കൂളിൽ, അവർക്കൊരു നൊസ്റ്റാൾജിയ വേണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പ്രെയർ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കത് പ്രോബ്ലം ഇല്ല. നമ്മുടെ റെക്കോർഡിൽ ഇംഗ്ലീഷിൽ പ്രെയർ എഴുതണമെന്നേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷെ അവർ പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം എമ്മയുടെ മോള് ചെയ്തില്ലേ. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് അവര് ചെയ്തോട്ടെ, നോ പ്രോബ്ലം. അപ്പൊ അത് പ്രെയറിന് റെഡി ആയിട്ട് ഒരാളുണ്ടാവണം. തോട്ട് ഓഫ് ദ ഡേ പറയാൻ ഒരാളുണ്ടായിരിക്കണം. പിന്നെ സൈൻ ഇൻ പറയാനായിട്ട് ഒരാളുണ്ടാവണം. സൈൻ ഇൻ ചെയ്യുന്ന ആള് തന്നെ അനുപമ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ലെന്ന്.
ഈവൻ താല്പര്യമുള്ളവർ ഇപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെയാണ്, എനിക്കതിൽ എന്താ പറയാ അഭിപ്രായമൊന്നും പറയാനില്ല. അനുപമ്മക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ താല്പര്യം ഇല്ലാതെ പുറത്ത് നിൽക്കുന്നവരെ അറിയിക്കാനുള്ള ഒരിത് നമ്മള് ആ ഒരു തിരക്ക് ചില കുറെ ഗ്രൂപ്പുകളൊക്കെ വരുമ്പോഴേ ഭയങ്കര ഒരു ഹെഡേക്ക് ആയി പോകും. അപ്പം അവര് പേഴ്സണലി ഒന്നുമില്ലെങ്കിൽ അവര് തന്നെ പേഴ്സണലി എന്നെ ക്ലാസ് ലീഡറാന്ന് അറിഞ്ഞ് അവരെ വിളിച്ച് ചോദിക്കാം. കാരണം ഈ ലീഡർക്ക് ചിലപ്പോൾ എല്ലാവരിലേക്കും ഇൻഫർമേഷൻ എത്തിക്കാൻ മറന്നു പോയാലോ. അപ്പം ഇല്ലാത്തവരുടെ റെസ്പോൺസിബിലിറ്റിയാ എന്താണ് ക്ലാസ്സിൽ നടക്കണേ, എന്ത് വേണം എന്നുള്ളതൊക്കെ വിളിച്ച് അന്വേഷിക്കുക എന്നുള്ളത് കേട്ടോ. ഗ്രൂപ്പിലാകാൻ താല്പര്യമില്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞേ, ഇല്ലാത്തവരുടെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പം പിന്നെ സൈൻ ഔട്ട് ലാസ്റ്റ് പോകുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞു പോകാൻ ഒരാൾ വേണം. സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ വിഷ് ചെയ്ത് വെൽക്കം ചെയ്യാം. അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദ ഡേ പറയുമ്പോൾ വിഷ് ചെയ്യാം, വെൽക്കം ചെയ്യാം. അതൊക്കെ അപ് ചെയ്യും, നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ആരുടെങ്കിലും ബർത്ത്ഡേ വരുവാണെങ്കിൽ ആ ഒരു ആൾക്കൊരു മെസ്സേജോ ഒരു സോങ്ങോ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ഒരു 2-3 minutes, സോ ഒരു 15 minutes നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാം. ദാറ്റ് ഇസ് അവർ പാർട്ട് ഓഫ് ക്ലാസ്. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു അരോചകമായി തോന്നും, ബട്ട് മോണ്ടിസോറി ക്ലാസ് അങ്ങനെ തന്നെയാണ്. മാം ഞാൻ റെഡിയാണ്. സുജാത റെഡിയാണ്, ഒരാൾ റെഡി ആയി. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. റെഡിയാണ്. അപ്പൊ ഇവര് രണ്ടുപേരുമാണ് നമ്മളുടെ ഈ ആഴ്ചയിലെ ലീഡേഴ്സ്. ഓക്കെ, സോ ഇനി നിങ്ങളുടെയാണ് ഈ വീക്ക് മുഴുവനും ഞാനിവിടെ ഉണ്ടാവും. ബാക്കി എല്ലാവരും കൂടെ ഉണ്ടാവും. ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവരെ. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ അടുത്ത ആൾക്ക്. ഓക്കെ ഫൈൻ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഞാൻ മാമിനോട് ഹലോ യെസ് പറഞ്ഞോളൂ. അതെ, ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ബർത്ത്ഡേ നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയില്ല. അപ്പൊ അറിയണവരൊക്കെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്താൽ നമുക്ക് അറിയല്ലോ. നമ്മൾ അറിയുന്നവരുടെ അത് ശരിയാ. അത് വേണമെങ്കിൽ ഒരാൾക്ക് എല്ലാവരുടെയും ബർത്ത്ഡേയുടെ ഡേറ്റ് ഒക്കെ വാങ്ങിച്ച് കളക്ട് ചെയ്തൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാം. ഇപ്പോ നാളെ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇപ്പൊ ഇതില് മെസ്സേജ് ഇട്ടാൽ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് നാളേക്ക് അത് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും തയ്യാറായി വരികയാണെങ്കിൽ തോട്ട് ഫോർ ദ ഡേക്കും ഓരോരുത്തരും തയ്യാറായി വന്നാൽ അത് ഞങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങളത് ഹാൻഡിൽ ചെയ്തോളാം. ലീഡർ ആയവര് ഈ പറയുന്ന തോട്ട് ഓഫ് ദ ഡേയോ പ്രെയറോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലീഡർ അല്ലാത്തവരാണ് അതിന് വരേണ്ടത്. അതെ, വരുന്നവര് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നമ്മള് നെയിംസ് എഴുതി വെച്ച് ആ സമയത്ത് വിളിക്കാം നമുക്ക്. ഓരോ ദിവസം ആരാണ് വില്ലിംഗ് ആയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ വരുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ക്ലാസ് ഒരു സ്ട്രക്ചർ ആയിട്ട് തന്നെ പോകും. അപ്പൊ അത് ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, അപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് പിന്നെ നമ്മുടെ ഡൗട്ട്സ് ഒരു ലാസ്റ്റ് 10 minutes ചെയ്യാം. കാരണം എനിക്ക് എപ്പോഴും പറ്റുന്ന അബദ്ധമാണ്, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്ത് അത് റിലേറ്റഡ് കാര്യം അങ്ങ് പറഞ്ഞു പോകും. ബട്ട് പുറത്ത് നിൽക്കുന്നവർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും. അവര് ക്ലാസ് എന്തോ നടന്നു എന്ന് പറഞ്ഞല്ലേ ഓടി വന്ന റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നത്. ഒരു ബാച്ചിലെ കുട്ടി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് അത് ഭയങ്കര റെസ്പെക്ട് തോന്നി ആ കുട്ടിയോട്. ദാറ്റ് വാസ് റൈറ്റ് ഒബ്സർവേഷൻ ആൻഡ് സജഷൻ. ലാസ്റ്റ് 10 minutes മാം, കാരണം ഞങ്ങൾ ഓടി ഇങ്ങനെ വർക്ക് ചെയ്യണവര് ഈ ഒരു ക്ലാസ്സിന്റെ ടൈം അവര് ഫ്രീ ആക്കി റിക്വസ്റ്റ് ചെയ്ത് ജോലി സ്ഥലത്ത് റിക്വസ്റ്റ് ചെയ്ത് ഫ്രീ ആയിട്ട് വന്നിരിക്കുമ്പോ നമ്മളിവിടെ കഥ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, എവിടം വരെ ആയിരുന്നു എന്നൊന്ന് ഓർമ്മയുണ്ടോ? ഗൈഡ് ടു സൈക്കോളജിക്കൽ ഒബ്സർവേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതല്ലേ? റിയാലിറ്റി ആൻഡ് നേച്ചർ ഒക്കെ കഴിഞ്ഞല്ലേ? യെസ് മാം. ഇതെല്ലാം കഴിഞ്ഞതാണല്ലോ അല്ലെ?
How many developing the point of contact? Okay. Okay. Get to psychological observation. Okay. അത് കംപ്ലീറ്റ് ചെയ്തു മാം. Complete ചെയ്തു. Okay. ഡെവലപ്പിംഗ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് Yes. അതാണ്. Okay. Anyone can read, please. ഓഡിയോ നല്ല ക്ലിയർ ആയിട്ടുള്ള ആർക്കും റീഡ് ചെയ്യാം. റീഡ് ചെയ്യും. അപ്പോഴേക്കും ഞാൻ എന്റെ ബുക്കൊക്കെ ഒന്ന് എടുത്തിരിക്കട്ടെ. ഞാൻ വായിക്കാം. പ്ലീസ്. മാം ഞാൻ വായിച്ചോട്ടെ. വായിച്ചോളൂ. Developing the point of contact. In practice, we usually find that even if the director has prepared the environment and presented the materials to the children, they do not seem to be interested and bring. The child does not appear to be interested and his act seems to be in a disorderly manner. According to Montessori, the answer to his missing link is the point of contact. Okay. ഈ നമ്മൾ പറഞ്ഞത് നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണല്ലേ പറയുന്നത്. ആ എൻവയോൺമെന്റ് കുട്ടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അത് മെറ്റീരിയൽസ് എല്ലാം അവന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. സംടൈംസ് കുട്ടികൾ ഇതില് വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചു. നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത് അവരത് ചെയ്യും, അവരിത് ചെയ്യും. നമ്മൾ പലപ്പോഴും നെക്സ്റ്റ് ഡേ ക്ലാസ് നമ്മൾ വർക്ക് ചെയ്യാണ്, ക്ലാസ് എടുക്കാനായിട്ട് പോവാ, നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്തിട്ട് പോവാണ്. കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ കാണിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ബട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ സംഹൗ അത് നടക്കാതെ പോകുന്നു. ഇപ്പൊ നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഈ ബാച്ചാണോ മറ്റേ ബാച്ചാണോ എന്ന് പറഞ്ഞില്ല, ഒരു കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോവാൻ നേരത്ത് ഫസ്റ്റ് ഡേ അത് റൈംസ് പ്രിപ്പയർ ചെയ്ത് പോയി, സ്റ്റോറി പ്രിപ്പയർ ചെയ്ത് പോയി. സ്റ്റോറി പറഞ്ഞപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. പക്ഷെ റൈംസ് അവർ കുറെ കൂടെ ഇൻട്രസ്റ്റ് കാണിച്ചു. അവരത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഡിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കാം. അതൊരു ഡിസോർഡർ ആയിട്ടൊരു മാനറിലും എല്ലാം കാണാം. അങ്ങനെ വരുമ്പോൾ ഇത് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് കോൺട്രാക്ട് നടന്നിരിക്കുന്നത്. അപ്പൊ മോണ്ടിസോറി പറയുന്നത് ഈ ഒരു മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്നത് അതുമായിട്ട് കണക്റ്റഡ് ആവുന്നില്ല കുട്ടി. ആ ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്ന ആ എൻവയോൺമെന്റിലെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നു, പിറ്റേ ദിവസം വന്നിട്ട് സെയിം തന്നെ വീണ്ടും എടുത്ത് ചെയ്യുന്നു എന്നങ്ങനെ പറയുന്നു. ബട്ട് സം ടൈംസ് ഇവര് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അവരൊരുമാതിരി എന്താ പറയാ, ഒരു അതിനോട് ഒരു അകൽച്ച കാണിക്കും, ഒരു ബ്രിങ്ക്, ഒരു ബൗണ്ടറി പോലെ സെറ്റ് ചെയ്യുന്നു. അത് വലിയ താല്പര്യം ഇല്ലാത്ത രീതിയിൽ ഇരിക്കും, ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കും. അങ്ങനെയുള്ള ഒരു ആക്ട് പലപ്പോഴും ഒരു ഡിസോർഡർലി മാനർ കുട്ടി ഡീവിയേറ്റ് എന്ന് പോകുന്നതായിട്ടാണ് പറയുന്നത്. നോർമലൈസേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, കുട്ടിക്ക് എന്തോ ഒരു ഡീവിയേഷൻ സംഭവിച്ചു. നമ്മളും അങ്ങനെയല്ല, പല മൂഡ് സ്വിങ് വരുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു രീതി വരില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, എന്തെങ്കിലും മിസ്സിങ് വരും. അതുപോലെ തന്നെയാണ് ഇത്. ഇതിനുള്ള ആൻസർ ആയിട്ട് മോണ്ടിസോറി ആ മിസ്സിംഗ് ലിങ്ക്, അതാണ് മറിയ മോണ്ടിസോറി പറയുന്നത്, ഇറ്റ് ഈസ് ദി പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ ഈ മിസ്സിംഗ് ലിങ്ക് കറക്റ്റ് ആക്കാനാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. ആ മിസ്സിംഗ് ലിങ്കിനെ കറക്റ്റ് ആക്കും. അപ്പൊ എവിടെയാണ് പ്രശ്നം പറ്റിയത്, കുട്ടിക്ക് എന്തെങ്കിലും ട്രോമയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും സ്കൂളുകളിൽ കുട്ടികളുടെ ബിഹേവിയർ വെച്ചിട്ട് ടീച്ചേഴ്സ് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പാരന്റ്സിനെ വിളിക്കും, വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് അന്വേഷിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ സ്കൂളിൽ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ അന്വേഷിക്കാറുണ്ട് അല്ലെ. നെക്സ്റ്റ് അപ്പൊ അതാണ് ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ മിസ്സിംഗ് ലിങ്ക്. മിസ്സിംഗ് ഇത് വരുമ്പോൾ അവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോസസ് പിന്നെ നടക്കണം. അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് അതിനൊരു എക്സാമ്പിൾ ആയിട്ടൊക്കെ പറയുന്നുണ്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ. വായിച്ചു നോക്കൂ ആരെങ്കിലും. ഞാൻ വായിക്കട്ടെ. To explain this, Montessori used the example of teaching the gratitude of music. If the teacher tries to play music morning till night and children are allowed to move about anyhow and everywhere in a disorderly manner, there is a scarcity of contact. To resolve this problem, the muscles which move should move in response to the musical rhythm, thus initiating a psychic
between the soul of the child and the external reality of the music. The moment the child understands that there exists the connection that is between the music and his movement, then the point of contact is established. So if the music changes its cadence, the child becomes aware of it and changes his movements accordingly, and he is on the road to perfect himself. This reality may be either material or spiritual, but movement must always escort the child at any rate. മറിയ മോണ്ടിസോറി, ഇവിടെ മോണ്ടിസോറി എന്ന് ഉദ്ദേശിക്കുന്നത് മറിയ മോണ്ടിസോറി കേട്ടോ. മറിയ മോണ്ടിസോറി കുറെ ഇതിന് വേണ്ടിയിട്ട് എക്സാമ്പിൾ ആയിട്ട്, മോണ്ടിസോറി എല്ലാം അതേലോ ഇങ്ങനെ അവരുടെ ഒബ്സർവേഷൻ പറയുന്നത് പലരും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് അവർ കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞ് പോവാറുണ്ട്. എക്സാമ്പിൾ കുട്ടികളെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് മ്യൂസിക്. ഇപ്പൊ എന്താ പറയാ, ചില സ്കൂളുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ബർത്ത്ഡേ ആവുമ്പോ അത് വിഷ് ചെയ്യുന്നത് മ്യൂസിക്കിലൂടെ വിഷ് ചെയ്യും. പിന്നെ ക്ലാസ്സിൽ ടീച്ചർ വരുമ്പോ അവിടെയും ഒരു മ്യൂസിക് ഇതിലൂടെ വിഷ് ചെയ്യുന്നു. അങ്ങനെ എന്തിനും മ്യൂസിക്, കാരണം കുട്ടികളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകും ഒരു റിഥം, ഒരു ടോൺ വരുമ്പോ. അപ്പൊ അങ്ങനെ അവരെ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് മ്യൂസിക് അത് പഠിപ്പിക്കാൻ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അത് എന്താ പറയാ, ഈ ഒരു മ്യൂസിക് ഇപ്പൊ ഒരു നമ്മൾ പറയില്ലേ, കുഞ്ഞുങ്ങൾ കാണിക്കുന്ന താളം. ഇപ്പൊ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ചെയ്യിക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പഠിപ്പിച്ച് സ്റ്റേജിലെ പ്രോഗ്രാം അവതരിപ്പിക്കും. പക്ഷെ പലപ്പോഴും ഇവര് ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ഒരാൾ ഇങ്ങോട്ട് പോകും, ഒരാളുടെ കൈ അങ്ങോട്ട് പോകുമ്പോ അങ്ങനെ. പക്ഷെ അതിലും നമ്മളൊരു റിഥം കാണാറില്ലേ, നമ്മൾ എല്ലാരും അത് എൻജോയ് ചെയ്യും അല്ലെ. കാരണം കുട്ടികൾ കാണിക്കുമ്പോൾ അവര് കാണിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു റിഥം ഉണ്ടെന്ന് പറയും. അത് ഒരു പലരും 4 പേരുണ്ടെങ്കിൽ 4 രീതിയിലാ ഡാൻസ് ചെയ്താൽ പോലും അതിനൊരു ഭംഗിയുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ അപ്പൊ ഈ ഫെസിലിറ്റേറ്റർ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുവാണ് മോർണിംഗ് ടിൽ നൈറ്റ്, രാവിലെ തുടങ്ങി രാത്രി വരെയും മ്യൂസിക് പ്ലേ ചെയ്യുന്നു. കുട്ടികൾ ആ മ്യൂസിക്കിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് അവരെ അലോ ചെയ്യുന്നു, പെർമിറ്റ് ചെയ്യുന്നു എല്ലായിടത്തും കൂടെ. അവര് ചിലപ്പോ ഒരു ഡിസോർഡർലി മാനറിലായിരിക്കും. അവിടെ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ലെസ് ആയിരിക്കും, സ്കേഴ്സിറ്റി ഓഫ് കോണ്ടാക്ട്. ഈ പ്രോബ്ലം റിസോൾവ് ചെയ്യാനായിട്ട്, അതായത് ഇവരൊക്കെ നല്ലൊരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നു, ആ മ്യൂസിക്കിനനുസരിച്ച് താളം പിടിച്ച് പോവാതെ പലരും ഡിസോർഡർ ആയിട്ട് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകും. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇവരുടെ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ മസിൽസ് ഒക്കെ മൂവ് ചെയ്യുക, മ്യൂസിക്കിന്റെ റിഥം അനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് ഈ കുട്ടിയെ പ്രിപ്പയർ ആക്കുന്നു. അങ്ങനെ പ്രിപ്പയർ ആക്കും. ആദ്യമൊക്കെ കുറെ ഇവരിങ്ങനെ താളം തെറ്റി കാണിക്കും. പിന്നെ ഓട്ടോമാറ്റിക്കലി ഇവര് മ്യൂസിക്കിനനുസരിച്ച് ഇവര് മാറുക ചെയ്യുന്നു. അപ്പൊ ഓൾറെഡി മെറ്റീരിയൽസ് വെച്ചൊരു ആക്ടിവിറ്റി അവിടെ വെക്കും, പക്ഷെ കുട്ടി അത് ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോഴാണ് ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അവരോട് അതിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് പറയും. പക്ഷെ അവര് മനസ്സോടുകൂടി മൂവ് ചെയ്യുന്ന രീതിയിൽ ആദ്യം തുടങ്ങും. പക്ഷെ കുറെ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും അവർ ആ മ്യൂസിക്കിനനുസരിച്ച് ഒരു റിഥം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുക മ്യൂസിക്കും മൂവ്മെന്റുമായിട്ട് അവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ആക്ച്വലി കൊടുത്ത ആക്ടിവിറ്റി മ്യൂസിക് അല്ലായിരുന്നു, വേറൊരു മെറ്റീരിയൽസ് വെച്ച് ചെയ്യാനാണ്. അപ്പൊ മ്യൂസിക് കൊടുക്കും. നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സെഷൻ ആണെങ്കിലും കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന സെഷൻ ആണെങ്കിലും ഒരു ടോപ്പിക് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഈ ടോപ്പിക്കാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുവാണ്, അവയർനെസ് ക്ലാസ് എടുക്കുവാന്ന് വിചാരിച്ചു. പക്ഷെ ഹോൾ ഡേ ഈ അവയർനെസ് ക്ലാസ് തന്നെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് അവർക്കൊരു ബോഡി മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് ചില ആക്ടിവിറ്റീസ് കൊടുക്കും. പ്രായമായവരാണെങ്കിലും കുട്ടികളാണെങ്കിലും കൊടുക്കും. അത് കഴിയുമ്പോഴേക്കും നമ്മളൊന്ന് ഫ്രഷ് ആകും. അപ്പൊ ആ ക്ലാസ് നമ്മൾ കൂടുതൽ ആ ക്ലാസ്സിൽ ഇൻവോൾവ് ആകും. സെയിം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഡിസോർഡർ ആയിരിക്കുന്ന കുട്ടികളെയും അവരുടെ മനസ്സിനെയും ശരിയാക്കാനായിട്ട്, അവരെ കണക്ട് ചെയ്യാനായിട്ട്, ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നുള്ള ലിങ്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടി അവർക്കൊരു മ്യൂസിക് ഇട്ട് കൊടുത്തിട്ട് കളിച്ചോളാനായിട്ട് പറയും. ആദ്യമൊന്നും അവർ ശരിക്കൊന്നും അല്ല, കുറച്ച് കഴിയുമ്പോൾ അവർ ആ താളം കേട്ട് അവരതിനനുസരിച്ച് ഒരു റിഥം അവരുടെ മൂവ്മെന്റിൽ വരുന്നു. അപ്പൊ ഒരു കണക്ഷൻ കിട്ടുന്നു, ഭയങ്കര ഹാപ്പി ആവും. സോ അവരെ അപ്പൊ നമുക്ക് അവരുടെ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരു മ്യൂസിക് കോർണർ ഉണ്ടായിരിക്കും. മിക്കവാറും സൈലോഫോൺ പോലത്തെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അവിടെ ഉണ്ടാവും. പിന്നെ മ്യൂസിക് സിസ്റ്റം കാണും, ഡ്രം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. ഇതാണ് മോണ്ടിസോറി എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. കുട്ടിയെ നല്ല രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്യിക്കുന്ന രീതിയിൽ ഈ മൂവ്മെന്റ് എപ്പോഴും ഉണ്ടാവും കുട്ടിയുടെ കൂടെ.
മെറ്റീരിയൽസ് ചെയ്യുന്നില്ല എന്ന് പറയാൻ അന്ന് അവൻ അവിടെ ഇരിക്കട്ടെ, അവൻ ചെയ്യേണ്ട, ആ രീതിയിൽ നോക്കാതെ ആ കുട്ടി ഇതുപോലെ അവന്റെ മൂവ്മെന്റിന് ഒരു ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് റെസ്ലെസ് ആയിട്ടൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പം മ്യൂസിക് കൊടുത്ത് ഡാൻസ് ചെയ്യിപ്പിക്കും, മൂവ്മെന്റ് ചെയ്യിപ്പിക്കും. അതാണ് ചെയ്യുന്നത്. നല്ല വലിയൊരു പാരഗ്രാഫ് ഉണ്ട്. സോ അതാരാ വായിക്കാം? Yes, ma'am. To understand how the point of contact helps development, let's look at an example. In their presentation of the sensorial materials, children are given new sounds, new shapes, etc. The main purpose of it is not just being new sounds, new shapes, but bearing order into this new impression. The difficulty or the error that the child is to discover and understand must be detached in a single bit of material. For example, the long rods will present to the child only an alteration in length and not in color and design. Such isolation will help the child focus on the problem more readily. It is through this method that it leads the child to be interested in dimension and develop him to look at them in the world around him. It is important to constantly remember that it is through this point of contact, limited and exactly, but real work helps the child to assemble the mind to wander at large. The point of contact could not be established with an entire class of children at once. It is typically an individual process and cannot be mass produced. It involves individual initiation followed by the free choice of activity. And since it is difficult to bring a class of 35 to be in a state of which they all can and do individual work quietly individually, Montessori said that the directress might deal with the children collectively, like an ordinary facilitator as a start. She may tell them a story, play games with them, fixing the attention of the children on her. However, she should not do these things later, as points of contact are set up between the individual children and the materials, and the child will tend to turn more and more to the materials and away from the directress. He must increase and I must decrease. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന്റെ അത് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിലേക്ക് കുട്ടിക്ക് വരുന്ന ഇൻട്രസ്റ്റ്, അതാണ് അതുമായിട്ട് കോണ്ടാക്ട് ആവുന്ന കുട്ടി. അതാണ് നമുക്ക് വേണ്ടത് ശരിക്കും മോണ്ടിസോറി എൻവയോൺമെന്റില്. സംടൈംസ് ഇവര് ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്ന സമയത്താണ് ഇവരെ ആ ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആക്കാനായിട്ട് ആ ടൈമില് ഡയറക്ട്രസ് അല്ലെങ്കിൽ ആ ഫെസിലിറ്റേറ്റർ ആരാണോ അവര് ട്രൈ ചെയ്യണം. നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ മെത്തേഡ് എന്നുള്ള രീതിയിലുള്ള ടീച്ചിങ് ഇവിടെയല്ല. പക്ഷെ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് കുറഞ്ഞു വരുന്ന സമയത്ത്, അത് അവിടെ കുറവാകുമ്പോൾ, സ്കേഴ്സിറ്റി കുറവാകുമ്പോൾ, ക്ഷാമം ദുർലഭം എന്നൊക്കെയല്ലേ സ്കേഴ്സിറ്റിയുടെ മീനിങ്, അത് കുറഞ്ഞു വരുന്ന സമയത്ത് കുട്ടിയെ മെറ്റീരിയലിലേക്ക് ഇൻട്രസ്റ്റ് ആക്കാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ചെയ്ത് ടീച്ചർ, ഇവിടുത്തെ ഫെസിലിറ്റേറ്റർ, ഡയറക്ടർസ് ആരാണോ അവര് കുട്ടിയെ അങ്ങനെ ആക്കണം. അതുവരെയും അവര് വർക്ക് ഹാർഡ് ചെയ്യണം, സാധാരണ ഒരു ട്രഡീഷണൽ ടീച്ചറെ പോലെ തന്നെ. അപ്പോൾ ചെയ്ത് അവർ ഓരോ ആക്ടിവിറ്റീസ്, സ്റ്റോറി പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്തോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തോ ആക്ഷൻസ് കാണിച്ചോ കുട്ടികളെ ഈ മെറ്റീരിയൽസിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ഉണ്ട്, അത് ലോങ് റോഡ്സ്. അത് ലെങ്തിനെ പറ്റിയുള്ള കൺസെപ്റ്റ് കുട്ടികൾക്ക് കിട്ടാനായിട്ട് ലോങ് റോഡ് ഉണ്ട്, നീളത്തിലുള്ള റോഡാണ്. അത് നീളം കുറഞ്ഞതുണ്ട്, മീഡിയം സൈസിലുള്ളതുണ്ട്, ഏറ്റവും നീളം കൂടിയത്, അങ്ങനെ പല ലെങ്തിലുള്ള റോഡാണ്. അത് കളറും ഉണ്ട്, അതിന് കളറും ഉണ്ട്, ഒരു പെർട്ടിക്കുലർ ഡിസൈനും ഉണ്ട് ആ റോഡിന്. അപ്പൊ അത് എന്നെല്ലാം കുട്ടി അതിന്റെ ഷേപ്പ്, കളറ്, ഡിസൈൻ, ലെങ്ത് എല്ലാം മനസ്സിലാക്കും. അതിന്റെ ചേഞ്ചസ് ഓരോരോ റോഡിനും ഓരോരോ ചേഞ്ചസ് ആണെന്ന്. അപ്പൊ അത് ഫോക്കസ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പൊ ഈ ഒരു മെറ്റീരിയലിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ ഈ മെറ്റീരിയൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു റൈംസോ സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി മിസ് ചെയ്യും. അപ്പൊ ഈ മിസ്സിന്റെ കയ്യിൽ ഈ റോഡ് ഇരിക്കുന്നുണ്ട്, അവര് അതിനെ റിലേറ്റ് ചെയ്തൊരു റൈമാണ് പറയുന്നതെങ്കിൽ റൈം കേട്ടുകൊണ്ട് ഈ മെറ്റീരിയലിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കും. ഇങ്ങനെ ചെയ്താൽ ഈ മെറ്റീരിയൽ ഇങ്ങനെയാണ്, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും, ഇങ്ങനെ നിരത്തി വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, എന്താണോ ഒരു ആക്ടിവിറ്റി കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ ഇങ്ങനെ ഡയറക്ടേഴ്സ് ഹാർഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും
കുട്ടി പതുക്കെ ആ മെറ്റീരിയലിലേക്ക് ഇൻട്രസ്റ്റ് കാണിക്കാനായിട്ട് തുടങ്ങും. നമ്മള് കൊച്ചു കുട്ടികളെ ഭക്ഷണം കൊടുപ്പിക്കാനായിട്ട് നോക്കാറില്ല. ഒരു ഭക്ഷണം കഴിക്കാൻ മടി പിടിച്ചിരിക്കുമ്പോ നമ്മള് പതുക്കെ വായിൽ വെച്ചിട്ട് എന്തൊരു ടേസ്റ്റാ, അല്ലെങ്കിൽ കാക്കയ്ക്ക് കുറച്ച് കൊടുക്കാന്നും പറഞ്ഞ് നമ്മൾ ഇങ്ങനെ കാണിക്കും, കാക്ക വന്ന് ഇപ്പൊ കഴിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് കുട്ടിയെ ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് നമ്മൾ കുറേ ട്രൈ ചെയ്യില്ലേ. അവസാനം കുട്ടി ഇൻട്രസ്റ്റ് ആയിട്ട് ഉരുട്ടി വെച്ചിട്ട് നമ്മൾ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഉരുള വന്ന് ഇന്നാളെടുക്കും, അതിനു മുമ്പ് നമുക്ക് വേഗം അത് കഴിക്കണം എന്നൊക്കെ പറയുമ്പോ കുട്ടി ഭയങ്കര ഇൻട്രസ്റ്റ് വേഗം അതങ്ങ് കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. സെയിം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മെറ്റീരിയലിനോട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുമ്പോ ആ മെറ്റീരിയൽ എന്നെ ഇൻട്രസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ആക്ടിവിറ്റി സാധാരണ ഒരു ട്രഡീഷണൽ ടീച്ചർ ചെയ്യുന്ന പോലെ ഈ ഡയറക്ടർസ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യും. അങ്ങനെ വൺസ് കുട്ടിക്ക് പോയിന്റ് ഓഫ് കോണ്ടാക്ട് കുറഞ്ഞിരുന്ന കുട്ടി മെറ്റീരിയലുമായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവര് പതുക്കെ പിന്മാറണം, ഡയറക്ടർസ് മാറണം. പിന്നെ അവരുടെ ശരിക്കുമുള്ള ജോബ് ദാറ്റ് ഈസ് ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് അവിടെ പറയുന്നത്. ഹി മസ്റ്റ് ഇൻക്രീസ് ആൻഡ് ഐ മസ്റ്റ് ഡിക്രീസ്. പതുക്കെ മാറിക്കൊടുക്കണം ഡയറക്ടർസ്. കുട്ടിയപ്പോ നേരെ മെറ്റീരിയലിൽ വന്ന് അത് അതിൽ അങ്ങോട്ട് ഇൻവോൾവ് ആകും. അതാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്നുള്ളത്. മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നെക്സ്റ്റ്. അത് ഒരു 11 പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ വി വിൽ സീ ലൈക്ക് ഫസ്റ്റ് 3 പോയിന്റ്സ് ഒരാൾ വായിക്കാം, 1 തുടങ്ങി 3, പിന്നെ 4, 5, 6 ഒരാൾ വായിക്കാം, പിന്നെ 7, 8, 9 ഒരാൾ വായിക്കാം, 10, 11. ഓക്കെ, അങ്ങനെ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് 3 പോയിന്റ്സ്. Roles and responsibility of Montessori facilitator. The Montessori teacher role and responsibilities. List of elements that is to be observed in the special role of the Montessori teacher. First one, the Montessori teacher is the dynamic link between the child and the prepared environment. Second one, she is the systematic observer of the child and an interpreter of his needs. Third one, she is an experimenter, tailoring the environment to meet his perceptions of the child's needs and interests and objectively noting the results. ഓക്കെ, അപ്പം മോണ്ടിസോറി ഫെസിലിറ്റേറ്ററിന്റെ റോൾസും റെസ്പോൺസിബിലിറ്റിയും അവരെന്താണ് ചെയ്യേണ്ടത് നമുക്കറിയാം. അവരുടെ മെയിൻ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവർ ആണ്. പക്ഷെ ഒരു സപ്പോർട്ട് വേണം കുട്ടിയുടെ സ്ഥാനത്ത് ആ ഒരു ഇതിൽ നിന്ന് ഒരു അങ്ങനെ ഒരു സ്പാർക്ക് നമുക്ക് തോന്നുവാണ്. ഹി നീഡ്സ് മൈ സപ്പോർട്ട് എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഓക്കെ, ഒരു കുട്ടിയും ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റുമായിട്ടുള്ള ലിങ്ക് ആണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത്. എപ്പോഴും മൂവിങ് ലിങ്ക്, എപ്പോഴും അവരത്, കാരണം കുറെ കുട്ടികളുണ്ട്, അപ്പൊ അവരുമായിട്ടുള്ള അവർക്ക് ഈ എൻവയോൺമെന്റുമായിട്ടുള്ള ഒരു ലിങ്ക് ആണ് ഈ ഫെസിലിറ്റേറ്റർ. അവരൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഒബ്സർവർ ആയിരിക്കണം, കുട്ടിയുടെ ഒബ്സർവർ ആയിരിക്കണം. പിന്നെ എപ്പോഴെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും നീഡ്സ് വന്നാൽ അത് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുന്ന ഒരാൾ. പിന്നെ അവരൊരു എക്സ്പെരിമെന്റർ ആണ്, കാരണം ഓൾറെഡി ഒരു 20 സ്റ്റുഡൻസ് വരുന്നുണ്ട്, അവർക്ക് വേണ്ടി എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. ബട്ട് വൺസ് കുട്ടികൾ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് അവരോരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ചില കുട്ടികളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതിനനുസരിച്ച് അവരെ ആ എൻവയോൺമെന്റിൽ ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഷീസ് ആൻ എക്സ്പെരിമെന്റർ. അവർക്ക് ചില പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടി വരും. ആ എൻവയോൺമെന്റിനെ ഒന്ന് പുതുക്കി ശരിയാക്കുക. ടൈലറിംഗ് ദ എൻവയോൺമെന്റ് ടു മീറ്റ് ഹിസ് പെർസെപ്ഷൻസ്. കുട്ടിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ രീതിയിൽ. ഇപ്പം മാറ്റ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ മാറ്റ് ഇരിക്കുന്നുണ്ട്. ഈ മാറ്റ് ഒരു പക്ഷെ കുട്ടി ഇരിക്കുന്നതിന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുവാണ്, ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചു. അവന് ചിലപ്പോ ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും കുറച്ചുകൂടി അത്. അപ്പൊ അവന് എണീറ്റ് ചേർന്ന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എടുക്കുമ്പോ ദെൻ അത് അവന്റെ ഒരു മൂവ്മെന്റിന് നല്ലതാണ്. ബട്ട് അവൻ ഓൾവേസ് ഈ കൈ സൈഡിലേക്ക് വെച്ച് അവിടെ മാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ മാറ്റ്. അങ്ങനെ ചെയ്യാം.
ഈ അവൻ അങ്ങനെ എണീക്കാതെ ചുമ്മാ എപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ അവനെ ഒന്ന് എണീപ്പിക്കണമെങ്കിൽ അവന്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് അവൻ അടുത്തു നിന്നൊക്കെ എല്ലാം എടുക്കുവാണ്. സോ അത് ഡിപ്പെൻസ്. ആ ഒരു കുട്ടിയെ മൂവ് ചെയ്യിക്കണം എന്ന് തോന്നിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ കുട്ടിയുടെ പെർസെപ്ഷൻസിനനുസരിച്ച് എൻവിയോൺമെന്റിനെ അവർ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റിക്കൊണ്ടിരിക്കും. കുട്ടിയുടെ നീഡ്സും ഇൻട്രസ്റ്റും അങ്ങനെ എല്ലാം നോക്കിയിട്ട് വേണം അവർ ഈ എൻവിയോൺമെന്റിനെ റീ അറേഞ്ച് ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് 3 points. I will read, ma'am. Okay. The Montessori teacher is a programmer preparing the environment and keeping it in perfect condition, adding to it and removing materials as needed. Fifth one, she is an evaluator, judging the effectiveness of her own work and the environment every day. She must also evaluate the progress of each child. Sixth one, she is a respecter and protector of the child. She must know when to step in and set limits of lending a helping hand, and when it is in the child's best interest to step back and not interfere. Okay. അവര് എക്സ്പെരിമെന്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു, സിസ്റ്റമാറ്റിക് ഒബ്സർവർ ആണെന്ന് പറഞ്ഞു, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. അതുപോലെ മെന്റർ എന്ന് വെച്ചാൽ ഒരു മെന്റീമാണ്. ഡ്രസ്സിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും കറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ എൻവിയോൺമെന്റ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അവരൊരു പ്രോഗ്രാമർ ആണ്. എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതിനെ എപ്പോഴും പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ വെക്കുന്നു. പിന്നെ എന്തെങ്കിലും മെറ്റീരിയൽസ് കൂടുതലായിട്ട് വേണമെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. പിന്നെ എന്തെങ്കിലും മെറ്റീരിയൽസിന് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ റിമൂവ് ചെയ്ത് വേറെ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്ത് നീറ്റ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാം നോക്കി കറക്റ്റ് പ്രോഗ്രാം ചെയ്ത് വെക്കുന്നു. ഒരു ഇവാലുവേറ്റർ ആണ്. അവർ ജഡ്ജ് ചെയ്യും. എന്താണ് അവരുടെ വർക്കിനെ ജഡ്ജ് ചെയ്യുന്നു, കുട്ടികളെ അല്ല. ഹെയർ ഓൺ വർക്ക് ഞാൻ ചെയ്തത് കറക്റ്റ് ആയോ, ഒരു സെൽഫ് അനാലിസിസ് അല്ലെ, അത് ചെയ്യും. അതുപോലെ തന്നെ എൻവിയോൺമെന്റും നോക്കും, കറക്റ്റ് ആണോ, അതിനെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമുണ്ടോ, അങ്ങനെയാണ്. പിന്നെ കുട്ടിയുടെ പ്രോഗ്രസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ കുട്ടിയുടെ പ്രൊട്ടക്ടർ ആണ്. അതുപോലെ തന്നെ കുട്ടിയുടെ ഫീലിങ്സിനെയും കുട്ടിയുടെ ഡീഡ്സ്, കുട്ടി ചെയ്യുന്ന കാര്യങ്ങളെയും എല്ലാം റെസ്പെക്ട് ചെയ്യുന്നു. കുട്ടി പറയുന്ന കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ എപ്പ കുട്ടിയെ ഹെൽപ്പ് ചെയ്യണം, എപ്പ ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കണം, അതെല്ലാം അവർക്ക് മനസ്സിലാകും. കുട്ടി നല്ല ഇൻട്രസ്റ്റഡ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോയി ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒട്ടുമില്ല, സ്റ്റോപ്പ് ആക്കുന്ന പോലെ ആയിപ്പോ. അപ്പൊ ഇന്റർഫെയർ എപ്പോ ഞാൻ പോകണം, എപ്പോ ഞാൻ പോകണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ലൊരു ധാരണ വേണം. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് 3 points 7, 8, 9 ആരാ റീഡ് ചെയ്യാ? ഞാൻ വായിക്കാം സർ. ഞാൻ വായിക്കാം സർ. പ്ലീസ്. The Montessori teacher is a supported, offering warmth, security, stability, and judgmental acceptance to each child. She is a facilitator of communication among the children and of the child's effort to communicate with her. She must also interpret the child's progress and her work to parents, the school staff, and the community. She is a demonstrator, presenting clear, interesting, and relevant lessons to the child. Her role is to seduce the child into spontaneous fascination with the materials through her demonstration. സപ്പോർട്ടർ ആണ്, നമുക്കറിയാം. ഓഫറിങ് വാംത്, നല്ലൊരു കെയർ, സ്നേഹം, സെക്യൂരിറ്റി, നല്ലൊരു സെക്യൂർ ഫീലിംഗ് കുട്ടികൾക്ക് അവിടെ ഫീൽ ചെയ്യണം. സ്റ്റെബിലിറ്റി ആൻഡ് ജഡ്ജ്മെന്റൽ ആക്സെപ്റ്റൻസ് ടു ഈച്ച് ചൈൽഡ്. അവരൊരു സപ്പോർട്ടർ ആണ്. നല്ല കെയർ കൊടുക്കണം, പ്രൊവൈഡ് ചെയ്യണം, അഫെക്ഷൻ, സെക്യൂരിറ്റി ഫീൽ ചെയ്യണം. കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യണം. നോൺ ജഡ്ജ്മെന്റൽ ആണ് കേട്ടോ, ജഡ്ജ്മെന്റൽ അല്ല. കുട്ടിയെ ജഡ്ജ് ചെയ്യാതെ ഓരോ കുട്ടിയെയും ആക്സെപ്റ്റ് ചെയ്യണം. കുട്ടി എങ്ങനെയാണോ അതിനനുസരിച്ച് ഓരോ കുട്ടിയെയും ആക്സെപ്റ്റ് ചെയ്യാം. ഫെസിലിറ്റേറ്റർ ആണ്. കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയം, ഒരു ചാനൽ പോലെ തന്നെയാണ് എമംഗ് ദ ചിൽഡ്രൻ. ആൻഡ് കുട്ടികളുടെ എഫേർട്ട്
ആ എഫേർട്ട് മനസ്സിലാക്കി അത് തിരിച്ച് മനസ്സിലാക്കി എടുക്കണം. പിന്നെ കുട്ടിയുടെ പ്രോഗ്രസ് പാരന്റ്സിനെ ഇൻഫോം ചെയ്യണം, സ്കൂൾ സ്റ്റാഫിനെ ഇൻഫോം ചെയ്യണം. സോ ടു ദ സൊസൈറ്റി എന്നുള്ള രീതിയിൽ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുമല്ലോ ഈ എല്ലാ കുട്ടികളും കൂടെ വരുന്നത്. അത് മീറ്റിംഗ്സ് ഒക്കെ സംഘടിപ്പിക്കുവാണെങ്കിൽ എന്താണ് കുട്ടിയുടെ പ്രോഗ്രസ്, കാരണം നമുക്ക് അവിടെ ഒരു എക്സാം ഇല്ല, ഒരു പ്രോഗ്രസ് കാർഡോ പ്രോഗ്രസ് റിപ്പോർട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ അനാലിസിസും ഇവരൊരു ഫോം ഓരോരുത്തരും അവരുടെ രീതിയിൽ അതെല്ലാം നോട്ട് ചെയ്തും ഒബ്സർവ് ചെയ്തും വെക്കുന്നത്. അതിനനുസരിച്ച് പാരന്റ്സിനെ ഇൻഫോം ചെയ്യണം, സ്കൂളിലെ സ്റ്റാഫിനെ ഇൻഫോം ചെയ്യണം, ടു ദ സൊസൈറ്റി ഓൾസോ. സൊസൈറ്റി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മളൊരു PTA മീറ്റിംഗ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ജനറൽ ആയിട്ട് കാര്യങ്ങൾ പറയാം. പിന്നെ ഒരു ഡെമോൺസ്ട്രേറ്റർ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മെറ്റീരിയലും ആദ്യം ഒരു ഡെമോ കാണിക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കുട്ടിക്ക് നല്ല ക്ലിയർ ആയിട്ട് ബ്രീഫ് ചെയ്ത് ഷോർട്ട് വേർഡ്സിൽ പ്രസന്റ് ചെയ്യുക. കാരണം കുട്ടികൾക്ക് വലിയ രസം കേൾക്കുന്ന പ്രായമല്ലല്ലോ. കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുക, സെഡ്യൂസ് ദ ചൈൽഡ് ഇൻ ടു സ്പോണ്ടേനിയസ് വാക്സിനേഷൻ, അതായത് അറ്റൻഷൻ, അവർക്ക് ഈ മെറ്റീരിയൽസിലേക്ക് കൂടുതൽ അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അവരെ ട്രിഗർ ചെയ്ത് വിടുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡെമോൺസ്ട്രേഷനിലൂടെ കുട്ടിക്ക് ഒരു മെറ്റീരിയൽ ഡെമോ കാണിക്കുവാണ്, കുട്ടിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വേണം, ഞാൻ ഇത് ചെയ്ത് നോക്കണം, ആ ഒരു രീതിയിൽ. ഇപ്പം മാജിക് ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റോടെ നോക്കില്ലേ, അതിന്റെ ഏതെങ്കിലും ഒരു ഐറ്റം കാണിക്കുമ്പോൾ ഓഡിയൻസിൽ നിന്ന് ആരെങ്കിലും വരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർ ചാടി എണീറ്റ് ഓടിപ്പോകുന്നതാണ്. കാരണം അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അവരെ ട്രിഗർ ചെയ്യുവാണ്, അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ആ മെറ്റീരിയലും കൊണ്ടുള്ള ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ള രീതിയിൽ കുട്ടിയെ ഫാസിനേറ്റ് ചെയ്യണം, കുട്ടിയെ ട്രിഗർ ചെയ്യണം, അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വേണം ഡെമോ കാണിക്കാൻ. നെക്സ്റ്റ് 2 points. That Montessori teacher is consistently a good example of enlisting behavior for the children, following the ground rules of the class herself and exhibiting a sense of calm, consistency, grace and courtesy, and demonstrating respect for the child. 11. She is an arbitrator, consistently working to teach courteous behavior and conflict resolution. കൺസിസ്റ്റന്റ് ആയിരിക്കണം പലപ്പോഴും. ഗുഡ് ഇവരെ എന്താ പറയാ, ഗുഡ് എക്സാമ്പിൾ ഓഫ് എൻടൈസിങ് ബിഹേവിയർ ഫോർ ദി ചിൽഡ്രൻ. കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആകുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഭയങ്കര വില കൂടിയ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് പോകണമെന്നല്ല. ചിലരുടെ മാനറിസം, ചിലരുടെ ആറ്റിറ്റ്യൂഡ്, ചിലരുടെ പ്ലീസിങ് പേഴ്സണാലിറ്റി, ചിലരുടെ ഒരു സ്മൈൽ, അങ്ങനെയുള്ളതൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ അത് അങ്ങനെയുള്ള എൻടൈസിങ് ബിഹേവിയർ ആയിരിക്കണം, ഒരു അട്രാക്റ്റിംഗ് നേച്ചർ കുട്ടികളോട് കാണിക്കണം. അതൊരു കൺസിസ്റ്റന്റ് ആയിട്ട്, ഇപ്പൊ എന്തോ ഒരു ഇഷ്യൂ കാരണം മൂഡ് ഓഫ് ആയിട്ട് വന്ന് കുട്ടികളുടെ മുമ്പിൽ മുഖം വീർപ്പിച്ചിരിക്കുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഇതാവും. അതുകൊണ്ട് കൺസിസ്റ്റന്റ്ലി ഒരു എൻടൈസിങ് ബിഹേവിയർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സെൻസ് ഓഫ് കാം, ഷൗട്ട് ചെയ്യരുത് കുട്ടികളുടെ അടുത്ത്. പിന്നെ ഭയങ്കര ഒരു അവരോട് വളരെ റെസ്പെക്റ്റും ഒരു എന്താ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ നോക്കുന്നതും ആ ഒരു കമ്മിറ്റ്മെന്റ് അത് കാണിക്കണം. പിന്നെ കുട്ടിയോട് റെസ്പെക്ട് കാണിച്ച് തന്നെ വേണം ചെയ്യാനായിട്ട്. പിന്നെ അവരൊരു ആർബിട്രേറ്റർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ ടൈപ്പ് കുട്ടികൾ ഉണ്ടാവും അല്ലെ. ഈ കുട്ടികൾ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അത് റിസോൾവ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. അത് അങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ അതിനെ അവർക്ക് സോൾവ് ചെയ്യാൻ പെട്ടെന്ന് വളരെ കൂളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അങ്ങനെയാണ് ഈ ആർബിട്രേറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടിട്ടില്ലേ ചിലര് കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് സോർട്ട് ഔട്ട് ചെയ്ത് കുട്ടികളെ തമ്മിൽ ഷേക്ക് ഹാൻഡ് കൊടുപ്പിക്കുന്നു, ഹഗ് ചെയ്യിക്കുന്നു, എന്നിട്ട് തോളെ കൈയിട്ട് കുട്ടികളെ പോകുന്നതും കാണാം. അതൊക്കെ ഒരു നാക്കാണല്ലേ ചില ടീച്ചേഴ്സ്, ചില അമ്മമാര് സിബ്ലിങ്സിന്റെ വഴക്ക് പരിഹരിക്കുന്നത് വലിയ ഇഷ്യൂ ആക്കാതെ വളരെ കൂളായിട്ട്. അതേസമയം ഈ അമ്മമാര് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഷൗട്ട് ചെയ്ത് ചെല്ലുമ്പോഴേക്കും കുട്ടികളാകെ പേടിച്ച് അവര് എന്തോ ഗിൽറ്റി ഫീലിങ്ങും ഷെയിമും ഒക്കെ ആയിപ്പോവും. അങ്ങനെയൊന്നും ചെയ്യാതെ അതങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം. നമ്മള് ക്രിക്കറ്റിലൊക്കെ അമ്പയർ ഇല്ലേ, ഏതാണ്ട് അതുപോലെ. അതാണ് ആർബിട്രേറ്റർ എന്ന് പറയുന്നത്. രണ്ട് സൈഡിൽ നിൽക്കില്ല, അവരൊരു ന്യൂട്രൽ ആയിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു
ഓക്കെ, സോ അത് കഴിഞ്ഞു. 11 ഒന്നും അല്ല, കൂടുതൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. വർക്ക് സൈക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു. ഇവിടെ വർക്ക് ടു പ്ലേ ആണ് കുട്ടികൾ. ഇവർക്ക് ഹോംവർക്കോ അങ്ങനത്തെ ക്ലാസ് വർക്കോ അങ്ങനെയുള്ളതല്ല, ഇവരെല്ലാരും വർക്ക് ചെയ്യുക ത്രൂ പ്ലേ. മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാണെന്നാണ് പറയുന്നത്. ഡയറക്ടർസ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ഇവരെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ ഇതിനെ പറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. അതൊരു എക്സാമ്പിളിലൂടെ മറിയ മോണ്ടിസോറി വൺസ് പറഞ്ഞൊരു കാര്യം ആയിട്ടാണ് തുടങ്ങുന്നത്. ഈ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിച്ചു? Work cycle and process of observation. A colleague of Montessori once said that Montessori looked at children much as a naturalist would look at bees. Montessori maintained throughout her life that her most important donation was the true discovery of the child. Our aim as a Montessori directress is to improve the whole personality of the child through motor, sensory, and intellectual activity. We want to observe to learn more about the child, about his specific needs and the sensitive periods that the child goes through. This would empower us to help and direct him so that he is able to fulfill his full potential. യെസ്. ഒരിക്കലും മോണ്ടിസോറിയുടെ ഒരു കൊളീഗ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, മറിയ മോണ്ടിസോറി കുട്ടികളെ ഒരു നാച്ചുറൽ ആയിട്ടാണ് കണ്ടത്. ജസ്റ്റ് ലൈക്ക് ബീസ്, അതായത് ഒരു തേനീച്ചകൾ എന്താ ചെയ്യാ, ഒരു പൂവിൽ നിന്ന് വേറൊരു പൂവിലേക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് അവർ ഇഷ്ടത്തോടെ ഇങ്ങനെ പാറി പാറി നടക്കും. ലൈക്ക് അതുപോലെ കുട്ടികളും ഫ്രീഡത്തോടു കൂടി ഇങ്ങനെ മൂവ് ചെയ്യുക. അങ്ങനെ നാച്ചുറൽ ആയിട്ട് ആ രീതിയിലാണ് മറിയ മോണ്ടിസോറി കുട്ടികളെ കാണുന്നത്. അവരുടെ ഒരു മെയിൻ ബുക്കാണ് കേട്ടോ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. അതിൽ ഈ കാര്യങ്ങളെല്ലാം അവർ എഴുതിയിട്ടുണ്ട്. ഈ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്നുള്ള ബുക്കിൽ അത് അവരുടെ ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ ആണ്. അത് ട്രൂ ആണ്. അതിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ എക്സ്പീരിയൻസ് ചെയ്തത്, അവർ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയത്, അങ്ങനെ ഓരോരോ ഇൻസിഡന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുക, അത് ആകെയുള്ള പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മോണ്ടിസോറി ഡയറക്ടേഴ്സിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? സെൻസറി ആക്ഷൻസും മോട്ടോർ ആക്ഷൻസും അതിലൂടെ അത് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അങ്ങനെയല്ല. നമ്മളത് കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നു, അവനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നു, അവന്റെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് എൻവയോൺമെന്റ് കുറച്ചുകൂടെ ഒന്ന് റീഡിസൈൻ ചെയ്യും. അവന്റെ സെൻസിറ്റീവ് പീരീഡ്സ്, അവന്റെ ഓരോരോ ഡെവലപ്മെന്റിന്റെ ഓരോരോ പീരീഡ് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ കുട്ടിക്ക് അത് കുട്ടിയെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കുന്നു. അവൻ ട്രിഗർ ആവുന്നു, കൂടുതൽ ഔട്ട്പുട്ട് അവന് ചെയ്യാവുന്നതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ അവൻ പുറത്തെടുക്കുവാണ്. അപ്പൊ അവന്റെ ആ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ഫുൾ പൊട്ടൻഷ്യലിൽ ഫുൾഫിൽ ചെയ്യും. ഓരോ കാര്യങ്ങളും പേഴ്സണാലിറ്റി ഡെവലപ്ഡ് ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് 2 പാരഗ്രാഫ്സും കൂടെ നമുക്ക് വായിക്കാൻ സമയമുണ്ടെന്ന് തോന്നുന്നു. സോ പ്ലീസ്. The directress does not have a need for words of energy or severity, but she must be able to make frugal observations to assist a child by going up to him or withdrawing from him and not interacting with him when we are doing the observation. By observing him, we see what inspires him and where his interests lie. We learn to understand his emotions and feelings and why he behaves as such. The directress observes much. She is but mentally active in her observation. It is very important to stand back away from the child and not to permit the child to rely on the directress, but to become an independent individual person. ആക്ച്വലി ഒരു കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായ വലിയ ഒരു സ്പീച്ചോ കുറെ വേർഡ്സോ അതിന്റെ ആവശ്യമില്ല. നമ്മൾ കുട്ടിയെ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്ത് ഇവനെ ഇൻസ്പയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ ഇവന്റെ ഇൻട്രസ്റ്റ് ഏത് കാര്യത്തിലാണെന്ന് മനസ്സിലാക്കും. ചിലർ ലാംഗ്വേജ് ഏരിയയിൽ കാണിക്കുന്ന അത്രയും ഇൻട്രസ്റ്റ് ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ഏരിയയിൽ കാണിക്കില്ലായിരിക്കും.
അങ്ങനെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവന്റെ ഇൻട്രസ്റ്റിന്റെ ആ ഒരു ഡിഗ്രി, ആ ഒരു ലെവൽ അതും മനസ്സിലാക്കുക. അവനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അവന്റെ ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം മനസ്സിലാക്കി സംടൈംസ് ഇവൻ ചിലപ്പോ ഒരു ഭയങ്കര ഇതായിട്ട് ബിഹേവ് ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യും? അപ്പൊ ഈ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഡയറക്ടേഴ്സ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അതായത് ഫെസിലിറ്റേറ്റർ ഒബ്സർവ് ചെയ്യുമ്പോൾ അവര് മെന്റലി ആക്റ്റീവ് ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയാറില്ലേ, കോൺസെൻട്രേഷൻ. നമുക്ക് നല്ല ആരുടെയും ഒന്ന് മ്യൂട്ട് ആക്കണേ, അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നു. കാണാൻ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ചേട്ടാ ഒന്ന് മ്യൂട്ട് ചെയ്യോ? കറി ഉണ്ടാക്കി ശ്വേത ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ശ്വേത ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കുട്ടിയുടെ ഇൻട്രസ്റ്റ്. ഇവിടെ നമ്മുടെ ശ്വേതയുടെ മോൾക്ക് ചോറ് മാത്രം മതി, കറി വേണ്ട എന്ന് പറഞ്ഞ പോലെ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവൻ ഇൻസ്പയർ ചെയ്യുന്ന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് എവിടെയെങ്കിലും ഒരു ഇമോഷണൽ ഇംബാലൻസ് കാണുവാണ്, വൈ ഹി ബിഹേവ്സ് ലൈക്ക് ദാറ്റ്. ചിലപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അത് കാണിച്ചില്ല, അന്നത്തെ ദിവസം ഭയങ്കര ഒരു കുറുമ്പ് കാണിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു വാശി കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവനെ ഡീൽ ചെയ്യാം. പക്ഷെ നമ്മളെ ഒത്തിരി അവർ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും ബാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുക. ബട്ട് ഇഫ് ഹി നീഡ് സം സപ്പോർട്ട് ആ സമയത്ത് മാത്രം. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവൻ ഫുള്ളി നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ഇരിക്കണം ആ ഒരു രീതിയിൽ. കാരണം ഞാൻ കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ പോലും അല്ലാതെ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഞാനൊരു ജോബ് ഓറിയന്റഡ് കോഴ്സ് നടത്തുമായിരുന്നു. അപ്പൊ അതിൽ ആ മെയിൻ ടോപ്പിക്കിന്റെ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് എടുക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഫസ്റ്റ് തന്നെ എന്നോട് എടുക്കാൻ പറഞ്ഞു ആ ഏജൻസിന്ന്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലേസ്ഡ് ആവുകയാണ്. പലയിടത്തും അവർക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് ആയ ഏജൻസി കൊടുക്കും. അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കേട്ടോ. നമ്മൾ ഇതുപോലെ കോഴ്സ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ജോബ് ഓറിയന്റഡ് കോഴ്സസ് ഗവൺമെന്റിന്റെ എന്തോ ഇതായിരുന്നു. അവിടെ ഒരു പയ്യൻ 20 years സംതിങ് അങ്ങനെ ഒരു പയ്യൻ ഈ കോഴ്സിന് ചേർന്നു. അപ്പൊ എനിക്ക് ശരിക്കും ആദ്യത്തെ കുറച്ച് നാളെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവരുടെ സബ്ജക്ട് എക്സ്പേർട്ട് വന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ, സോഫ്റ്റ് സ്കിൽ, പിന്നെ ഇലക്ട്രോണിക്സിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി പിന്നെ ആ കോഴ്സ് വിട്ടു, അവൻ വന്നില്ല. അപ്പൊ അവിടുത്തെ ഈ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലെ ഒരു കുട്ടി പറയായിരുന്നു, മിസ് ഉണ്ടായിരുന്നോണ്ട് മാത്രമാണ് അവൻ ക്ലാസ്സിൽ കയറിയത്. മിസ് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ഇൻട്രസ്റ്റ് പോയി. അപ്പൊ അവന്റെ എയിമിൽ നിന്ന് ഡീവിയേറ്റഡ് ആയി. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. അറിയായിരുന്നെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യായിരുന്നു. പിന്നെ പേഴ്സണലി ഞാൻ കോണ്ടാക്ട് ചെയ്യാനൊന്നും പോയില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ ആ ഒരു ഏജിലുള്ള കുട്ടിയുടെ ഇമോഷണൽ. എനിക്കും അത്രയും ഒരു മെച്യൂരിറ്റി അന്നില്ല. അത് ഡീൽ ചെയ്യാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ഇല്ലേ. സോ അതിന്റെ പുറകെ ഞാൻ പോയില്ല. ബട്ട് അവന് മിടുക്കനായിരുന്നു. അവൻ ജോലി ചെയ്തുകൊണ്ടാണ് ആ കോഴ്സ് ചെയ്തത്. സോ ലൈക്ക് അവന് വലിയ ഇൻകം ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. സംഹൗ ഹി വിൽ മാനേജ്, പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അവന് പിന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ തോന്നുന്നില്ല. സോ ഹി ലെഫ്റ്റ്. അതാണ്. അപ്പൊ നമ്മൾ കൊച്ചു കുട്ടികളാണെങ്കിലും കൂടുതൽ നമ്മൾ ഡിപ്പെൻഡ് ആകാതെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ ചെറുപ്രായത്തിൽ തുടങ്ങുവാണെങ്കിൽ ദേ വിൽ ഡു മോർ ബെറ്റർ. ഓക്കെ ഫൈൻ. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എത്രത്തോളം ഇനി ബാക്കിയുണ്ടെന്ന് നോക്കട്ടെ. യെസ്, ഓൾമോസ്റ്റ് തീരാറായി. ഒരു ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ അത് തീരും. ഈ ചാർട്ട് ഒന്നും കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട, അത് വളരെ ഈസിയാണ്. ഇതോടുകൂടി ആ ഒരു യൂണിറ്റ് തീരും. അടുത്ത യൂണിറ്റ്സ് ഒന്നും കുഴപ്പമില്ല. ഈ ഒരു യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റും ആണ്. അത് കുറച്ച് കണ്ടന്റ് കൂടുതലുണ്ടായിരുന്നു. ഇനിയും നമുക്ക് അതിനകത്ത് പറയാൻ ഇഷ്ടംപോലെ ഉണ്ട്. അത് നമ്മൾ മോഡ്യൂൾ 3 വരുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ വീണ്ടും ഈ എൻവയോൺമെന്റിലേക്ക് വരും. മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസ് ആണെങ്കിലും അതിൽ നമ്മൾ ആ അപ്പാരറ്റസിൽ നമ്മൾ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫുൾ അതിൽ ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് പ്രാക്ടിക്കൽ ആവുമ്പോൾ, ഇപ്പൊ നിങ്ങൾ തിയറി അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്,
പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ ഫൈൻ. സോ നമുക്ക് വേണ്ടി ചെയ്യാം. ഒരു ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ട്യൂസ്ഡേ കാണുള്ളൂ. So just plan all your activities according to that. Do your painting works, if any. Okay. മിസ്സേ, ഒരു മോണ്ടിസറി ക്ലാസ്സിൽ എത്ര ടീച്ചേഴ്സ് വേണം എന്നല്ലേ? എന്താണ് അതിനൊരു എന്തെങ്കിലും ഒരു നിയമമുണ്ടോ? എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ടീച്ചിങ് ഇതിന് പോകുന്നുണ്ട്. അപ്പോ അവിടുത്തെ ആ ഒരു കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ഒരു ഇത് കണ്ടത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള കണക്കാണ് ഏത് സ്കൂളിലാണെങ്കിലും കോളേജിലൊക്കെ ആണെങ്കിലും. പക്ഷെ അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 സ്റ്റുഡൻസിനെ മാനേജ് ചെയ്യുന്നുണ്ട് ടീച്ചർമാര്, 35 അങ്ങനെയൊക്കെയുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ പോയ സ്ഥലത്ത് ഒരു കാര്യം പറയാം. അവിടെ ഏകദേശം ഒരു 20ക്ക് അടുത്ത് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ അവിടെ ഡയറക്ടർസ് സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കൂടാതെ 3 ഫെസിലിറ്റേറ്റർ ഉണ്ടായിരുന്നു. 20 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഓർക്കണം. അത് കൂടാതെ 3 അസിസ്റ്റന്റുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഓക്കെ, ഞാൻ ടീച്ചർ പറയുന്ന ഈ കാര്യങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇതെങ്ങനെയാണ് ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ ഒരു ICA ക്ലാസ്സിന് പോയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് അവരെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് നമ്മൾ ഈ അസംബ്ലി പോലെ ചെയ്യും. പ്രെയർ കഴിയുമ്പോൾ സാറ് 4ആയിട്ട് ഇവരെ ഗ്രൂപ്പ് ചെയ്യും. അതായത് ട്രെയിൻ ആണെന്ന് പറയും. നോർത്തിലേക്ക് പോകുന്നു, സൗത്തിലേക്ക് പോകുന്നു, ഈസ്റ്റിലേക്ക് പോകുന്നു, വെസ്റ്റിലേക്ക് പോകുന്ന രീതിയിൽ 4 ഡിറക്ഷനിലാക്കി ഇതുങ്ങൾ നിർത്തും. അതിന്റെ കൂടെ ഓരോ ഫെസിലിറ്റേറ്റർ നിർത്തും. അപ്പൊ ഞങ്ങള് 3 ഫെസിലിറ്റേറ്റർ ഉണ്ടാവും, സാറ് ഉണ്ടാവുമ്പോ 4. സംടൈംസ് സാറ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റുമാര് 3 പേരുണ്ടാവും. അവരിൽ ഒരാളെ ഒരു ഡയറക്ഷനിലേക്ക് പോണവരുടെ കൂടെ നിർത്തും. അങ്ങനെ 4 പേരും 4 സൈഡിലേക്ക് പോകും. പിന്നെ നമുക്കൊരു 20 പേരെന്നൊക്കെ പറയുമ്പോൾ കൂടി വന്ന 5 6 കുട്ടികളെ കിട്ടുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചിലത് മാത്രം എല്ലാരും കൂടി ഉള്ളത്, ആക്ഷൻ സോങ് അങ്ങനെയൊക്കെ വരുമ്പോ ഡാൻസ്, അങ്ങനെ മ്യൂസിക്, അതൊക്കെ ചിലപ്പോ ഒരുമിച്ച് എല്ലാരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായൊരു മോണ്ടിസോറി സ്കൂളില് 3 hours ആണ് ആക്റ്റീവ് പീരീഡ്, ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ബാക്കി ടൈമില് അവര് ഉറങ്ങുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. 3 hours ആണ് അവരുടെ മോർ ആക്റ്റീവ് പീരീഡ് ആയിട്ട് പറയുന്നത്. മോണ്ടിസോറി സ്കൂളിൽ തന്നെ ഇന്റേൺഷിപ്പ് കിട്ടിയോ? ഞാൻ അത് ചോദിക്കാം. ശരി, അല്ല, സാധാരണ ഒരു സ്കൂളാണ്. പക്ഷെ അവിടെ 40 കുട്ടികളുണ്ട്. അപ്പോ ആക്ടിവിറ്റി ആയാലും എന്ത് ചെയ്യുമ്പോഴും ഇപ്പൊ ഞങ്ങളിപ്പോ 2 പേര് വെച്ചിട്ടുള്ളൂ. അപ്പോ എല്ലാവരുടെ അടുത്തും എത്തുന്നില്ല. അപ്പൊ ഞാൻ മോണ്ടിസറിയിൽ എങ്ങനെയാണ് എന്ന് എനിക്ക് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോ അതെങ്ങനെയാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഓക്കെ, ഞാൻ വിചാരിച്ചു മോണ്ടിസോറി സ്കൂളിൽ കിട്ടിയോന്ന് വിചാരിച്ചു. തേഴ്സ്ഡേ നിങ്ങൾ ലീവ് ആക്കുവാണോ അതോ ഇതുപോലെ എന്തെങ്കിലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ എന്തെങ്കിലും സെഷൻ വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനെ പ്ലാൻ ചെയ്യണം. അതാ ചോദിച്ചത്. ലീഡേഴ്സ് പ്ലീസ് ഡിസ്കസ് അബൌട്ട് ദാറ്റ്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിച്ചാൽ അല്ലെങ്കിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളുടെ ബാച്ചും അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് ലീവ് ആക്കാം. വേറൊരു സാറ്റർഡേ നമുക്ക് അതിന് പകരം ക്ലാസ് എടുക്കാം. ലീവ് ആക്കാം. അത് എഴുതാനൊക്കെ ബാക്കിയുള്ളത് എഴുതാലോ. അതൊക്കെ പെൻഡിങ് വർക്ക്സ് ഒക്കെ ചെയ്ത് തീർക്കുക. ഒരു ദിവസം ഫാമിലി ആയിട്ട് 8 to 9 കൂടുതൽ ടൈം അവരോട് സ്പെൻഡ് ചെയ്യാം. മാം, അപ്പോ PG ക്ലാസ് സ്റ്റാർട്ട് ആവാറായോ? PG ക്ലാസ് അത് ഡിസ്കഷൻ, അത് ടൈമിന്റെ കാര്യം ഞങ്ങളത് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആഴ്ചയില് 3 days കമ്പൈൻഡ് ഡിപ്ലോമ PG ഒരുമിച്ചുള്ള ആ സെഷൻ, ബാക്കി 3 days ഒരു സാറ്റർഡേയും കൂടെ എടുത്താലോ അങ്ങനെയൊക്കെ ഡിസ്കഷൻ ഉണ്ട്. കൺഫർമേഷൻ ആയിട്ടില്ല. എന്തായാലും അല്ലാത്ത എക്സ്ട്രാ ടൈം അല്ല. കാരണം നമുക്ക് ഓൾമോസ്റ്റ് മോഡ്യൂൾ 1 തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് തീരും. പ്രാക്ടിക്കൽസ്, മെറ്റീരിയൽസ് ഓൾമോസ്റ്റ് കുറെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് കഴിയും. മോഡ്യൂൾ 3 അതല്ലേ, മോഡ്യൂൾ 2 സാർ എടുക്കുമല്ലേ. അപ്പൊ മോഡ്യൂൾ 3യും കൂടെ കഴിഞ്ഞ് പ്രാക്ടിക്കൽസും കൂടെ കഴിഞ്ഞാൽ ഡിപ്ലോമ ചെയ്യുന്നവർ ഫ്രീ ആകും. അവർക്ക് പെൻഡിങ് വർക്ക്സ്, റെക്കോർഡ്, ഡൗട്ട്സ് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്യാം. ബാക്കി 3 days ഈ പറയുന്ന PGയുടെ ക്ലാസ്. മാം, അപ്പൊ ഈ തേഴ്സ്ഡേ എന്താ മാം ക്ലാസ് ഇല്ല എന്നാണോ? എന്താണ്? തേഴ്സ്ഡേ ഞാൻ ഉണ്ടാവില്ല. പകരം എടുക്കാൻ നമുക്കിപ്പോ ആരും ഇല്ലല്ലോ. ശരണ്യ മാം പോയി കഴിഞ്ഞപ്പോ അശ്വതി മിസ്സിന് പാരലായിട്ട് ക്ലാസ് ഉണ്ടല്ലോ. ഓക്കെ മാം, ഓക്കെ. സോ അന്ന് ഇപ്പൊ ക്ലാസ് ഉണ്ടാവില്ല എന്നാണ്. നിങ്ങളുടെ ഫസ്റ്റ് ബാച്ചുകാരുടെ സജഷൻ പറഞ്ഞു. അവർക്ക് ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ സെഷൻ ഇപ്പൊ CA എടുത്തുല്ലോ, ഫാബ്രിക് പെയിന്റിങ്.
അങ്ങനെ അവരുടെ ബാച്ചിൽ നിന്ന് ഒരു ടീച്ചർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അതങ്ങ് ഫ്രൈഡേ ആക്കി. പിന്നെ അവർക്കത് നഷ്ടമാവണില്ലല്ലോ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സെഷൻ ഒറിഗാമിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തപ്പോ ഇവിടെ പറഞ്ഞു അന്ന് ഫ്രീ ആക്കാം, പെൻഡിങ് വർക്ക്സ് ഒക്കെ ഞങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യാം രീതിയിൽ പറഞ്ഞു. ഇപ്പൊ ഇന്റേൺഷിപ്പിന് പോവലോണ്ട് കുറെ എഴുതാനൊക്കെ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. എന്താ ഇതാണ് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാറ്. അങ്ങനെ ലീവില്ല ടൈമില് അത് ചെയ്ത് തീർക്കാം. നമ്മൾ നവംബർ ലാസ്റ്റോട് കൂടിയിട്ട് ഈ മോഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ആണ് ഞാനും അശ്വതി മിസ്സും. തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു സാറ്റർഡേ ക്ലാസ് എടുത്ത് അതങ്ങ് വേഗം തീർക്കാം. ക്രിസ്മസിന് മുമ്പ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നതല്ലേ നല്ലത്. ക്രിസ്മസ് വെക്കേഷൻ അല്ലെങ്കിൽ എക്സാം എന്ന് ഓർത്തിരിക്കണ്ടേ. എത്രയൊക്കെ ഇതാണെന്ന് പറഞ്ഞാലും മീൻസ് എക്സാം എന്ന് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ എല്ലാവരിലും വരില്ലേ. വെക്കേഷൻ അതെ. നല്ലപോലെ നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാലോ പരീക്ഷ നേരത്തെ കഴിയുകയാണെങ്കിൽ. സോ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മോഡ്യൂൾ 1 ഈ നവംബർ ലാസ്റ്റ് തീർക്കാൻ. മോഡ്യൂൾ 1 മാത്രമേ ഉള്ളൂ ഇത്ര ഡീറ്റെയിൽ ആയിട്ടുള്ളത്. കാരണം മോഡ്യൂൾ 1 പാർട്ട് 3 മോണ്ടിസോറി അങ്ങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മള് പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പ്രാക്ടിക്കൽസേ ഉള്ളൂ ഇനി മോഡ്യൂൾ 3. മോഡ്യൂൾ 3 ആകുമ്പോഴേക്കും പെൻഡിങ് വർക്ക്സ് റെക്കോർഡ് എല്ലാം തീർത്ത് വരിക. ഡിപ്ലോമക്കാർക്ക് കുറച്ചധികം സമയം കിട്ടും പെൻഡിങ് ആയിട്ടുള്ള റെക്കോർഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ. പി ജിക്കാർക്ക് 2 മോഡ്യൂളും കൂടി ഉണ്ട്. അത് ചെറിയ മോഡ്യൂളാ കമ്പയർഡ് ടു മോഡ്യൂൾ 1. ക്ലാസ്സിൽ ടൈമിൽ വ്യത്യാസം വേണം മാം. ടൈം തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോണവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് 3 days അതാക്കും. 3 days നമ്മളുടെ സാധാരണ ഡിപ്ലോമക്കാരുമായിട്ടുള്ള കമ്പൈൻ ക്ലാസ്. ഓക്കെ മാം. ഓക്കെ മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. Thank you, ma'am. Good night. Good night.